പ്രിയമുള്ള ഗുഡ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അർത്തുങ്കൽ സെൻറ്റ് ജോർജ് ഇടവക്കാരൻ, അതായത് അർത്തുങ്കൽ ഫൊറോന പള്ളിയുടെ തൊട്ടടുത്തുള്ള കൊച്ചി രൂപതയിലെ പള്ളിയാണ് സെൻറ്റ് ജോർജ്. ജോർജിനെ അറിയപ്പെടുന്നത് പ്രത്യേക അർത്തുങ്കൽക്കാരനെന്നാണ്. അങ്ങനെയുള്ള അർത്തുങ്കൽ ജോർജിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തെ വർഷങ്ങളായി നവീകരണത്തിലായിരുന്ന അദ്ദേഹം സ്വന്തം ജീവിതത്തിലെ പ്രത്യേകിച്ച് വ്യക്തിപരമായ ദൈവാനുഭവം എവിടെയും ഏറ്റുപറയുവാൻ ലജ്ജയില്ലാത്തൊരു സഹോദരൻ. അദ്ദേഹത്തിൻ്റെ മേലെ കർത്താവ് ചൊരിഞ്ഞ കൃപകളെ നമുക്ക് ശ്രവിക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേറെ അനുഗ്രഹപ്രദവുമാകും. അതിനായി എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവ്വം ഞാൻ ഈ എപ്പിസോഡിലേക്ക് ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ നിന്ന് വരിക. ഗുഡ്നസ് ടി വിയിലെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാം കാണാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇന്ന് ജോർജിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജോർജിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ജോർജിൻ്റെ ജീവിതത്തിലെ ബാല്യകാലം എങ്ങനെയായിരുന്നുവെന്നും എങ്ങനെ ഒരു വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്ക് വന്നുവെന്നും കേൾക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ബാല്യകാലം എന്ന് പറയുന്നത് വലിയ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലമായിരുന്നു. ശരിക്കും അന്ന് അരിയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ മത്തൻ കപ്പ, അതായത് വടിക്കപ്പ തന്നെ മത്തൻ കപ്പ റേഷൻ കട വഴിയാണ് കിട്ടുന്നത്. അത് ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ പോയാൽ ആ കടയിലേ കിട്ടത്തുള്ളൂ. തൈക്കലായിരുന്നു. തൈക്കൽ അത് വാങ്ങിച്ചിട്ട് വന്നിട്ട് മത്ത് കാരണം തിന്നാൻ പറ്റത്തില്ല. 2-3 ദിവസം വെള്ളത്തിലിട്ടിട്ടാണ് അത് പുഴുങ്ങുന്നത്. പിന്നെ അന്ന് ഒരുപാട് പീച്ചിലപ്പച്ചൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പീച്ചിങ്ങ വേവിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് ഈ പീച്ചിങ്ങ കറിയും കൂട്ടിയാണ് പോകുന്നത്. ചോറില്ല. ഈ മത്തൻ കപ്പ ഒരു കഷ്ണം കടിക്കുമ്പോൾ തന്നെ മതിയാവും. അങ്ങനെ പോവുക. അപ്പോൾ പട്ടിണി, ദാരിദ്ര്യം, പിന്നെ ചോർന്നൊലിക്കുന്ന വീടുകൾ. അപ്പൻ പണിക്ക് പോയിട്ടെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 10-75 പൈസയാണ്. ആ പൈസ കൊണ്ട് അന്ന് 75 പൈസക്കൊക്കെ എന്ന് പറയുമ്പോൾ 1 കിലോ അരി കിട്ടും. പക്ഷെ അരി മേടിക്കാൻ കാശില്ല, ബാക്കിയുള്ള സാധനം മേടിക്കാൻ നടക്കത്തില്ല. അങ്ങനെ ഒരുപാട് ദാരിദ്ര്യത്തിലാണ്. എൻ്റെ കീഴിൽ 8 പേരുണ്ട്. അതിലൊരാൾ മരിച്ചു പോയിട്ട് 7 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ മൊത്തം 8 അംഗങ്ങൾ. ഇപ്പം ജീവിച്ചിരിക്കുന്നത് 8 അംഗങ്ങളാണ്. 2 പെൺകുട്ടികളുണ്ട്, സഹോദരികൾ. ഞാനാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ ഞാൻ ഈ പട്ടിണി കാരണം അച്ഛനാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊച്ചി രൂപതയിൽ സെൻറ്റ് ജോർജ് പള്ളിയിൽ ചെന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മൂത്ത മക്കളാരും അച്ഛനാകരുതെന്നാണ് സഭയുടെ അന്നത്തെ തീരുമാനം. അതുകൊണ്ട് ജോർജ് അച്ഛനാകരുതെന്ന്. ഞാൻ അച്ഛനാകാൻ പോയത് പട്ടിണി മാറ്റാനാണ്, അല്ലാതെ അച്ഛൻ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് പോയതല്ല. അപ്പോൾ അങ്ങനെ പോയെങ്കിൽ അത് നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മണർകാട് വൈൻസിലേക്ക് ആളെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈൻ സ്റ്റോറിൽ പോയി. മണർകാട് വപ്പൻ്റെ വൈൻ സ്റ്റോറിൽ കുറേ നാൾ നിന്ന് അവിടെ നിന്ന് ശരിക്ക് നന്നായി വീട്ടിൽ വന്നിട്ട് എന്നെ പഠിപ്പിച്ച സാറന്മാർക്കും ടീച്ചർമാർക്കും അധ്യാപകർക്കും അപ്പനും അമ്മക്കും പോലും മനസ്സിലായില്ല ഇവൻ ആരാണെന്ന്. കാരണം അവിടെ മുഴുവൻ ഇറച്ചിയും കപ്പയൊക്കെ ഉണ്ട്. കുമളി ചെന്നപ്പോൾ അവർ പറഞ്ഞ് കമ്പംമെട്ടിലാണെന്ന് പറഞ്ഞിട്ട് 2-4-5 കിലോമീറ്റർ നടന്നു. ആ പ്രദേശത്ത് മനുഷ്യരില്ല, കുറുക്കനും എല്ലാത്തിൻ്റെ ഇടക്കൂടെയാണ് പോയത്. ആ യാത്രയിൽ ഈ പട്ടിണിയുടെ കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് വേറൊന്നും അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ ബിസിനസ് പഠിച്ച് നാട്ടിൽ വന്ന് കപ്പ കച്ചവടം തുടങ്ങി. ഒരു ലോറിക്ക് കപ്പ ഇറക്കി കപ്പ വയ്ക്കാൻ തുടങ്ങി. പലയിറക്കായി. 1975 അർത്തുങ്കൽ ജംഗ്ഷനിൽ പുണ്യാളച്ചൻ, വലിയ പേര് കേട്ട അർത്തുങ്കൽ വെസ്തിരിക്കായിൽ, അന്ന് ഫൊറോനാപ്പള്ളിയാണ് പേര് കേട്ട പുണ്യാളച്ചൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ്, എടാ അങ്ങനെയാണ്, ഇത് വെളുത്തച്ഛനുണ്ടെങ്കിൽ എനിക്കൊരു പണി തന്നെ അല്ല എന്ന് പറഞ്ഞ് ഞാൻ നേരെ കൊണ്ട് ഒരു കൂടി തിരികെ എത്തിച്ചാൽ ഞാൻ പറഞ്ഞു. ഞായറാഴ്ചയായിരുന്നു. മാർക്കറ്റിലിരുന്നിട്ട് ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ അപ്പം വന്നേച്ചും പറഞ്ഞു, എടാ മോനെ, ഞാൻ അപ്പനെന്നാണ് വിളിക്കുന്നത്, എൻ്റെ അപ്പൻ്റെ അപ്പനെ അപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പം പറഞ്ഞ്, നീ ഇവിടെ ഇരുന്നാൽ നശിഞ്ഞു പോകും, നിൻ്റെ കാശ് മുഴുവൻ പെൺപിള്ളേർ കൊണ്ടുപോകും, അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കരുത്, വാ എന്നും പറയുന്നത്. വിളിച്ചേച്ചും പറഞ്ഞ്, നീ ഒരു കട ഞാൻ റോഡ് സൈഡിൽ എടുത്തിട്ടുണ്ട്, നീ അവിടെ പോയി ഇരുന്നത്. അത് സെൻറ്റ് ജോർജ് പള്ളിയുടെ മുറ്റത്താണ്. എനിക്ക് അവിടെ ഇരിക്കണം ഇഷ്ടമല്ല. ഞാൻ ഉടനെ പറഞ്ഞു, പുണ്യാളച്ച, വെളുത്തച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കട തന്നെ, അത് അങ്ങയുടെ ഒരു ഭക്തജനത്തെ കാണാൻ എനിക്കൊരു കട തന്നെ. അങ്ങനെ ഞാനൊരു കൂടി തിരി കൊണ്ടുവന്ന് പള്ളി കത്തിച്ച്. ഞാൻ പറഞ്ഞു, ഈ തിരി തീർന്നതിന് മുമ്പ് തന്നെ, അതന്നത്തെ വലിയ 10 ഔൺസിൻ്റെ തിരിയായിരുന്നു, 5-8 മണിക്കൂർ കത്തി. ഞാനത് കഴിഞ്ഞ് ആ കടയിൽ വന്നു വെച്ച് ആ മാടക്കരക്കാരൻ്റെ വെച്ച് ഒരു മുറുക്കാനൊക്കെ മേടിച്ച് മുറുക്കി. ഞാൻ വീട്ടിൽ പോയി ചോറ് വെച്ചാൽ അതെല്ലാം മറന്നുപോയി. അതേ വന്നു വെച്ച് പുണ്യാളച്ചാന്ന് വിളിച്ചപ്പോൾ എവിടെ ആടാന്ന് പറഞ്ഞു. പള്ളിയുടെ അകത്ത് തന്നെ. ഞാൻ ആരാ വിളിക്കണം? അപ്പോൾ ആ പള്ളിമുറ്റത്ത് ആരും ഇല്ല, നിശ്ചലമാണ്. ഒരു പ്രദേശത്ത് ഇന്നത്തെ പോലെ ആളൊന്നും ഇല്ലെന്ന്, ഏതാനും കുറച്ച് വീട്ടുകാരേ ഉള്ളൂ. ഞാൻ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു, നീ പറഞ്ഞ് തിരി ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക, കട കിട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ ഈ കടക്കാരൻ എന്നോട് പറഞ്ഞ്, ഞാൻ ഇവിടെ ഇരുന്ന് അടി മേടിച്ചോണ്ടിരിക്കുകയാണ് കൊച്ചി, അടി കൊണ്ട് ഞാൻ തകർന്നു. ഇപ്പോഴും ഒരു മുറുക്കാൻ കൊടുത്തപ്പോഴത്തേനും എൻ്റെ കർണക്കുറ്റി അടിച്ച് എൻ്റെ ചീത്തപ്പേര് വിളിച്ചാണ് അവരെന്നെ കളിയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കട പിടിയണം, നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, എത്ര രൂപ എന്നാന്ന് ചോദിച്ചപ്പോൾ പുള്ളി 1000 രൂപ എന്നാണ്. ഞാൻ കാക്ക 900 മതിയാന്ന് ചോദിച്ചു. പുള്ളി കേട്ടാൽ 900 എന്ന്. പുള്ളിയെ ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് ആ കട ചെല്ലുമ്പോൾ അമ്മച്ചി ഇളയ മകൻ്റെ, എൻ്റെ ഇളയ അനിയൻ്റെ
കുർബാനയ്ക്കുള്ള റൊട്ടിയുടെ കാശ് 96 രൂപ. അന്നത്തെ ഒരു സദ്യയുടെ 96 രൂപയാണ്. ഈ 15 പൈസയുടെ റൊട്ടിയൊക്കെയാണ്. ഇത് കൊടുക്കാൻ വേണ്ടി നിൽക്കുക. 75 കാലഘട്ടമാണ്. പായലും വെള്ളത്തിന് 10 പൈസ, അപ്പത്തിന് 10 പൈസ ഉള്ള കാലമാണ്. ഞാനിത് മേടിച്ചെന്നത് കൊടുത്തപ്പം അമ്മച്ചി പറഞ്ഞ് കാശ് ഞാൻ നിരായി തരുന്നില്ലേ, എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരത്തി 10 ലക്ഷം കൊണ്ടുവരുമ്പോഴാണ് കൊണ്ടുവന്ന് പപ്പ നീ ഇവന് കട കൊടുത്താന്ന് ചോദിച്ചു. കട കൊടുത്തു. 900 രൂപ കട കൊടുത്തു. അഡ്വാൻസ് എന്നും പറഞ്ഞ് കൊടുത്തു. അങ്ങനെ കിട്ടി. അർത്തുങ്കൽ പള്ളിയുടെ നിന്ന് ഈ വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളിമുറ്റത്തിരുന്ന് നമ്മൾ ഭക്തജനത്തെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർപ്പാപ്പ വന്നെ നടന്നത്. 86 മാർപ്പാപ്പ വന്നെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചു. കാരണം തമ്പുരാൻ്റെ ആളാണല്ലോ അവൻ്റെ. നമ്മളിന്ന് ശനിയാഴ്ച പാട് നൊവേനക്ക് പോകും, കുർബാനക്ക് പോകത്തില്ല. മാതാവിൻ്റെ ഭക്തനായിരുന്നു, പുണ്യാളച്ചനുണ്ട്. ഈ 2 പേരാണ് നമ്മുടെ ജീവിതത്തിലെ ഭക്തിയുടെ ആളുകൾ. നേരെ മാതാവ് എന്നെ അങ്ങോട്ട് പോകണം. ഞാൻ പുളിക്കൻ സാറ് എൻ്റെ കൂട്ടുകാരനാണ്, ജോസഫ് പുളിക്കൻ. അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ എങ്ങനെയാണ് നമുക്കൊന്ന് പോകേണ്ടത്? അദ്ദേഹം പള്ളിയുടെ വലിയ ആളാണ്. അർത്തുങ്കൽ പള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളിയാണ് ആൾ. സാറ് നമുക്കാർക്കും പോകാനൊക്കത്തില്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എൻ്റെയൊക്കെ പറഞ്ഞ് ഒരു 41 ദിവസം നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മാർപ്പാപ്പയെ നേരിട്ട് കാണാനും ഞങ്ങൾക്ക് 2 പേർക്കും ആശീർവദിക്കാനും സാധിക്കും. ഞങ്ങൾ വാളണ്ടിയർമാരല്ല. അത്ഭുതകരമായ രീതിയിൽ കർത്താവ് ഇടപെട്ടു. വേണമെങ്കിൽ കയറാമായിരുന്നു. പമ്പുരാൻ ഞങ്ങളെ കയറ്റിവിട്ടു. ആർക്കും ഞങ്ങളെ തടയാനും സാധിച്ചില്ല. അങ്ങനെ ദൈവാനുഗ്രഹങ്ങൾ അന്ന് മുതൽ തുടങ്ങിയ ദൈവാനുഭവങ്ങളാണ്. പിന്നെ റാൾബഡിയോരി എന്ന് പറഞ്ഞൊരു അമേരിക്കൻ അച്ഛനാ അന്നത്തെ പീറ്റർ പിതാവ്, ആലപ്പുഴത്തെ പിതാവിട്ട് കൊണ്ടുവന്നു അർത്തുങ്കൽ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൺവെൻഷൻ്റെ മുഴുവൻ ചാർജ് ഞങ്ങളായിരുന്നു. അങ്ങനെ ഈ റാൾബഡിയോരി പുള്ളിക്കാരൻ്റെ പ്രാർത്ഥനയിലൂടെ വലിയ മുന്നോട്ട് വന്നു. പിന്നെ ഒരു മഞ്ഞുമേ പോയി ഞങ്ങൾ 5-8-10 പേരൂടെ ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടാൻ പോകുമ്പോഴും എൻ്റെ ഉള്ളിലൊരു വലിയ ആത്മീയ തീ കത്തുന്നുണ്ടായിരുന്നു. കൂടെ വരാനുള്ള തങ്കക്കുട്ടനെന്നും പറഞ്ഞ കുരിശിങ്കിലുള്ള ഒരു മനുഷ്യൻ, ഞാൻ വരുന്നില്ല, എനിക്ക് നടുവേദനയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മൊത്തം തളർന്ന് കിടക്കുന്ന അവസ്ഥ കാണലിതല്ല, ഞങ്ങളുടെ കൂടെ വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ അയ്യോ ഞാനും വരുന്നു, നമ്മൾ ഓടി ഞങ്ങളുടെ കൂടെ മുമ്പേ വണ്ടിയെ കയറി മഞ്ഞുമേ 15 പേര് ധ്യാനം കൂടി. ധ്യാനം കഴിഞ്ഞ് അവിടെ സാക്ഷ്യം പറയാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നാണായിരുന്നു. ദൈവാനുഭവം പലരും ഉണ്ടെങ്കിലും നേരെ വരാൻ അപകർഷത കൊണ്ട് നേരെ വരാൻ പട്ടിണിയും ദാരിദ്ര്യത്തിലും വളർന്നതുകൊണ്ട് ആരെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജോലി കിട്ടി. മണ്ണർകാട് വൈൻസിൽ ജോലിക്ക് പോയി. ആ ജോലിയിലൂടെ ഒരു വലിയ ജനത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടി. ഈ ധ്യാനത്തിലൂടെ വലിയ അനുഭവം കിട്ടി. ഈ ധ്യാനത്തിലൂടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ആന്തരിക സൗഖ്യം അശേഷം കിട്ടിയില്ല. ആ കാലയളവിൽ ഇത് ഒരുപാട് പ്രോഗ്രാം. ഒരു ദിവസം ഞാൻ തളർന്നു ചെല്ലുമ്പോഴാണ് പൂങ്കാവിൽ തങ്കച്ചായൻ പേർഷവള്ളിൽ നിന്നുണ്ട് എന്നെ കണ്ടിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണെന്നറിയില്ല. ഇതാ കർത്താവിൻ്റെ വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായവൻ വരുന്നു. യേശയ്യാപ്രവാചകൻ 43 പറഞ്ഞത്, ഇവന് പകരം മനുഷ്യരെയും ഇവൻ്റെ ജീവന് പകരം ജനതകളെയും നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ആ ഒരു വിളി എന്നെ ശരിക്കങ്ങാട്ട് സ്വാധീനിച്ച് ഒരു മഞ്ഞ് വന്ന് വീഴുന്നൊരു അനുഭവത്തിലൂടെ. അത് കഴിഞ്ഞാണ് ഞാൻ മഞ്ഞമ്മലെ അവരുടെ കൺവെൻഷൻ എന്ന് ഇവിടെ നിന്നൊരു 2 CCT നിറയെ ആളെ കൊണ്ടേ ഇറക്കി, 500 മേലെ തേങ്ങ കൊണ്ടേ ഇറക്കി, 2 ചാക്ക് അരി കൊണ്ടേന്ന് കൊടുത്ത്, അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ജനമില്ലാത്തതിന് ഇതിന് മുഴുവൻ ചിലവുകൾ ഞങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരോടും മരിക്കാൻ പോകത്തില്ല. ഞങ്ങളുടെ ഈ പ്രവർത്തി കൊണ്ടുവന്ന് അന്നവർ മാത്രമാണ്. ആ കാലഘട്ടത്തിൽ നവീകരണം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. അർത്തുങ്കൽ വന്ന് അർത്തുങ്കൽ ജംഗ്ഷൻ മുതൽ കടപ്പുറം വരെ മകരം പെരുന്നാളിന് വചനത്തിൻ്റെ ബോർഡ് മുഴുവൻ വള്ളക്കാരെ കൊണ്ട് വെപ്പിച്ച് മഞ്ഞമ്മ ആ ബോർഡെല്ലാം കൊണ്ടുവന്ന് വെച്ച് കെട്ടി കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞു, തലേക്കയപ്പ് പ്രാർത്ഥനയ്ക്ക് ഒന്ന് കുമ്പസാരിച്ചിറങ്ങി ചെല്ലണം, ആരാധനയുടെ സമയത്ത് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ ചെന്ന് നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ്, അച്ഛനാണ് അവിടെ നിൽക്കണം, മാഞ്ഞാക്കരച്ചനുണ്ട്. നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ് കൺവെൻഷനും മാഞ്ഞമേ കൺവെൻഷൻ പറയണം, മരിയൻ കൺവെൻഷൻ ഏതാനും വ്യക്തികളെ പ്രേക്ഷിതരായിട്ട് തെരഞ്ഞെടുക്കുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ ഈ 10-60 പേരെ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നെ എടുത്തില്ലല്ലോ. നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ഒരു 60 പേരുടെ മേൽ കർത്താവ് പ്രേക്ഷിത വിളി നടക്കുന്നുണ്ട്. അവർ മഞ്ഞ് പോലെ ഉരുകുന്നുണ്ട്, തണുത്ത് വിറച്ച് നിൽക്കുന്നുണ്ട്. ആദ്യത്തെ അനുഭവമല്ലേ. ഞാൻ നോക്കുമ്പോൾ എന്നെ പറ്റുന്ന രാജുവും ജോണും ഇവരെല്ലാം മഞ്ഞ് പോലെ നിൽക്കുന്നു. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, കർത്താവേ എന്താണ് എന്നെ വേണ്ടതെന്ന് പറഞ്ഞ് പൊട്ടി ഒരു നിലവിളി. പെട്ടെന്ന് വെച്ചാൽ പ്രൈസ് ലോർഡ് ഒന്ന് സ്തുതിച്ചേ. ഏതാനും വ്യക്തികളെ കൂടെ കർത്താവ് ദേ വിളിക്കുന്നുണ്ട് അവരുടെ അടയാളങ്ങളുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ തലയിൽ ഒരു കൊട്ട് ഐസ് കൊണ്ടൊന്ന് ചൊരിയുന്ന പോലെ വരുമ്പോൾ ശരിക്കും അപ്പം എനിക്കൊരു പ്രേക്ഷിത വിളി കിട്ടി. ഏറ്റവും വലിയ വിളിയാണ് പ്രേക്ഷിത വിളി. എല്ലാ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു വിളി. അന്നത്തെ ബോധ്യമാണ്. ഇന്നത് ശരിക്കും മാംസം ധരിക്കുന്ന രീതിയിലേക്ക് പോകാൻ കർത്താവ് കൃപ ചെയ്തു. എൻ്റെ വെച്ചാൽ അന്ന് മുതൽ ആത്മാർത്ഥതയോടെ ഓടിയ ഓട്ടം എന്ന് പറയണത് 87 മുതൽ 2002 വരെ ഓടി.
അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ മരവൽ കർത്താവ് തന്നതുപോലെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ എന്നെ ഒരുപാട് ആത്മീയവരുണ്ട്. തങ്കച്ചായൻ, ജോർജ് ബദർ, മറ്റേ കാഞ്ഞിരപ്പള്ളി വേവിച്ചായൻ, മനോജ് സണ്ണി, ടി സി ജോസഫ്, ഇവരൊക്കെ സെറ്റിലൂടെ എന്നെ വിളിക്കുകയും ചെയ്തു. അവിടെ 2 വർഷക്കാലം സെറ്റിലൂടെ ഞാൻ പോയി. സീനിയർ ഇവാഞ്ചലൈസേഷൻ ട്രെയിനേഴ്സ്. അതിലൂടെ കുറേ ബോധ്യങ്ങൾ ലഭിച്ച് കർത്താവിനെ എങ്ങനെ പ്രസംഗിക്കണമെന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് തോറ്റവന് എനിക്കെങ്ങനെ പ്രസംഗിക്കാൻ സാധിക്കും? ഒരു വിവരവും ഇല്ല, മലയാളം പോലും വായിക്കാൻ അറിയാൻ പറ്റില്ല. ഞാൻ അവസാനം പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ മൈക്കിൾ അരിമറ്റ അച്ഛൻ്റെ ചിത്രകഥ 2 രൂപ, ബൈബിൾ കംപ്ലീറ്റ്, എല്ലാ മോശ ഉൽപ്പത്തി മുതൽ മോശ വരെ പുസ്തകങ്ങൾ 57-58 പുസ്തകങ്ങൾ ഇത് മേടിച്ച് കാണാപ്പാടം മേടിച്ച് കാറ്റാടി കൺവെൻഷൻ യോസഫച്ചൻ്റെ കൂടെ നിന്ന് പ്രസംഗിച്ച് തീരദേശ മിഷൻ തീരദേശ റോഡിലൂടെ തീരദേശത്തിൻ്റെ അപ്പസ്ഥലം എന്ന് പറഞ്ഞ് യോസഫച്ചനെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഒരു ആരാധന ലീഡ് ചെയ്യിച്ച് ഞാനും അന്തേച്ചനും പുളിക്കൻ സാറും കൂടെ പള്ളിത്തോട് പള്ളി കയറി ഇറങ്ങിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാനാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഞങ്ങളുടെ പേരുണ്ട്. ഒരു ആരാധനയുടെ അർത്ഥം കേൾക്കാരൻ ഞങ്ങൾ എന്നെ രംഗത്തേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് ദൈവാനുഭവത്തിലേക്ക് അനേകരെ കൊണ്ടുവരാനും അനേകരെ കർത്താവിൻ്റെ സന്നിധി എത്തിക്കാനും ഈ ദൈവാനുഭവം അനുവദിച്ചുകൊണ്ടിരിക്കുക. ഇന്നും മുടങ്ങാതെ ദിവ്യബലിയുണ്ട്, ഇന്നും മുടങ്ങാതെ ആരാധനയുണ്ട്. 2 മണിക്കൂർ 6 മണി മുതൽ 8 മണി വരെ നിത്യാരാധന ചാപ്പൽ അർത്തുങ്കൽ ബസിലിക്കയിടാം. ഒരേക യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ആരാധനയാണ്. യുവജനങ്ങളെ പുത്തൻ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ജീവിത പങ്കാളി നൽകി, സ്വന്തമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത എനിക്ക് ബിഎഡുകാരിയായ ടീച്ചറിനെ നൽകി, സ്വന്തമായി 1 സെൻറ്റ് സ്ഥലം ഇല്ലാത്തതിന് 10 സെൻറ്റ് സ്ഥലം നൽകി, സ്വന്തമായി വീടില്ലാത്തതിന് വലിയ വീട് നൽകി, ഒരു കഷ്ണം കപ്പ പോലും മേടിച്ച് വേവിച്ച് തരാൻ ആളില്ലാഞ്ഞ കാലത്ത് തമ്പുരാൻ എനിക്കിന്നിപ്പോൾ ചാക്കണക്കിന് കപ്പ മേടിച്ച് വേവിക്കാനുള്ള കഴിവുകൾ നൽകി എന്നെ നയിക്കുക. അർത്തുങ്കൽ പള്ളിയുടെ മുറ്റത്ത് ഒരു കട നൽകി 50ാം വർഷം ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം ആഗസ്റ്റ് 15 2075 തുടങ്ങിയെങ്കിൽ ഇന്ന് 2025 50 വർഷം തികയാൻ കർത്താവിന് ഏറ്റവും ആദ്യത്തെ അർത്തുങ്കലെ കട ജോർജിനെ പ്രധാനപ്പെട്ട സ്ഥലത്ത് പുണ്യാളച്ചൻ കൊണ്ടുവന്നിരുത്തി അവിടെ ഇരുന്നു കൊണ്ട് ദശാംശം കാശുകൊണ്ട് ദൈവവചനത്തിലൂടെ അനേകം ജീസസ് യൂത്തിലേക്ക് അനേകരെ കൊണ്ടുവന്ന് ആദ്യകാലത്ത് നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ്റെ കൺവെൻഷൻ നടത്തി, ഡോമിനിക് അച്ഛൻ്റെ കൺവെൻഷൻ നടത്തി. ഇതെല്ലാം അർത്തുങ്കൽ ബസിലിക്കയിലാണ് നടക്കുന്നെങ്കിലും ജോർജ് എന്ന് പറയുന്നതിനെ കർത്താവ് വിളിച്ചിട്ടാണ് ഒരു കാര്യമായിരിക്കുക. അന്ന് ഉപ്പാണിച്ചൻ എന്നോട് പറഞ്ഞു, ജോർജ് കുട്ടി നീ സെൻറ്റ് ജോർജ് ഇടവക്കാരനാണെന്ന് പറയരുത്, നിന്നെയാണ് കർത്താവ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ്റെ കൺവെൻഷൻ മുഴുവൻ നിൻ്റെ ഡയറക്ഷനാണ്. ഈ സമയത്ത് മരിക്കാൻ നീ പ്രാർത്ഥിച്ച് സ്വർഗത്തായിരിക്കും എന്ന് ഉപ്പാണിച്ചൻ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആത്മീയ ഗുരുക്കളുടെ പ്രചോദനം, കാരണം ഈ ശുദ്ധ ശുദ്ധഭോഴനായ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെ കർത്താവ് നയിച്ച മേഖലകളെല്ലാം ഇതാണ്. ഇതുവരെ ഭാര്യയുടെയും മക്കളുടെയും പേരൊന്നും പറഞ്ഞില്ല, ഒന്ന് പറയാമോ? എൻ്റെ ഭാര്യയുടെ പേര് ജെസി ജോർജ്, ജെസി വിൻസെൻ്റ് എന്നാണ് അവളുടെ, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള പേര് ഇപ്പോൾ ജെസി ജോർജ് എന്നാക്കി. മൂത്ത മകൻ ജോഷുവ ജോർജ്, അവന് 31 വയസ്സുണ്ട്. അവൻ ജീസസ് യൂത്തിലായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമായിട്ടാണ് ബന്ധപ്പെട്ട് അങ്ങനെ പോയി തിരുവനന്തപുരത്ത് ഇപ്പോൾ 6 മാസമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കാഷ്യറായിട്ട് ജോലി ചെയ്യുന്നു, അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു. 2ാമത്തത് മകളാണ്. അവൾ BSc നഴ്സിംഗ് പാസ്സായി. തമ്പുരാൻ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എല്ലാം ചേർത്ത് തരാമെന്ന് പറഞ്ഞാൽ അവൾക്ക് അവളുടെ വിവാഹം നടന്ന് ഒരു നയാ പൈസ കടയില്ലാതെ തമ്പുരാൻ എന്നെ ഏകദേശം എൻ്റെ കയ്യിൽ 7 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. അവളുടെ കല്യാണത്തോടനുബന്ധിച്ച് സ്വർണ്ണം എടുത്തപ്പോൾ ഒരു സ്കൂട്ടർ സമ്മാനമായിട്ട് കർത്താവ് തന്നു. അവളുടെ കല്യാണത്തിന് 13 ലക്ഷം രൂപ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, എല്ലാവരും കൂടെ കൊണ്ടുവന്ന് തന്നു. 500 രൂപ കൊടുത്തവരൊക്കെ കൊണ്ടുവന്നത് 7500 8,000 രൂപയൊക്കെ. അങ്ങനെ കടയില്ലാതെ അലമാരി എല്ലാം കൊടുത്ത് സ്വസ്ഥമായിട്ടിരിക്കുന്നു. എന്നെ എന്തോ കർത്താവ് കുഞ്ഞിലെ തന്നെ അമ്മയുടെ ഉദരം മുതൽ കൊണ്ടുവരികയാണ്. കാരണം എന്തോ വലിയൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ തന്നെ 25 പേരോളം ഈ കൊറോണയ്ക്ക് മരിച്ചുപോയി. എൻ്റെ കൂടെയുള്ള എൻ്റെ ആത്മീയ ഒരു ഉപദേശകരായിരുന്ന രാജു പാണ്ഡ്യലക്കെന്ന അവൻ എൻ്റെ കൂടെയുള്ളതാണ്, തങ്കച്ചാനൊക്കെ അറിയാവുന്ന, അവനും മരിച്ചുപോയി. അവൻ കൊച്ചിൻ പ്രയർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യം ഇവിടെ നടക്കും, പോകല്ലേ. നമ്മൾ നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ്റെ കൺവെൻഷൻ 89 നടത്തിയതാണ്. ഇനിയിപ്പോൾ ഡോമിനിക് അച്ഛൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ് ഇനിയൊരു കൺവെൻഷൻ വേണം, ദാനിയലച്ഛൻ്റെ നമുക്ക് വിടുക്കണം. അതുകൊണ്ട് എത്രയും എൻ്റെ കൂടെ നിൽക്കണമെന്നായിട്ട് പുള്ളി നിന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ മോശയും അഹ്റോനും നിൽക്കുന്ന പോലെയാണ് നിന്നിരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, പുള്ളി നയിക്കുന്ന രീതിയിലാണ്, പക്ഷേ പുള്ളി നിന്നില്ല. അതങ്ങനെ ഒരുപാട് പേര് മരിച്ചത്. ഇളയാളിൻ്റെ പേര് ക്രിസ്ത്യൻ ജോർജ്. അവനെ സംബന്ധിച്ച ഈ ഓട്ടോമൊബൈലൊക്കെ കഴിഞ്ഞതാണ്, കേൾവി കുറവുണ്ട്.
അപ്പോൾ കർത്താവിൻ്റെ പരിപാലന ഈ മത്തായി 6:33 എന്നെ നയിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി ഹൈസ്കൂൾ ടീച്ചറായിട്ട് ഇപ്പോൾ റിട്ടയർഡായി. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നതാണ്. അന്ന് വന്നേച്ചും പലരും പറഞ്ഞ് ഇന്ന പാർട്ടി പോകും, കൃപാസനത്തിൽ ഇപ്പോൾ അവിടെ പോയി ഇവിടെ പോകും. അവിടെ പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവ് എന്നെ സുഖപ്പെടുത്തുമെങ്കിൽ സുഖപ്പെടുത്തിയാൽ മതി, ഞാൻ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കർത്താവ് അവളെ സുഖപ്പെടുത്തി. നമ്മുടെ KST ചെയർമാനൊക്കെ ഇവിടെ വീട് സന്ദർശിക്കാൻ പോകുന്ന സമയമായിരുന്നു. അന്ന് മഹിമ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എന്ത് ചെയ്യണം, ജോർജ് ചേട്ടന് എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തുന്ന കർത്താവ് 5 കന്യാസ്ത്രീ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ 3 പേർക്ക് ഒരുപോലെ സന്ദേശം നൽകിയാണ്. ജോർജ് ചേട്ടൻ്റെ കാര്യത്തിൽ കർത്താവിനുള്ളതുപോലെ ശ്രദ്ധ വേറെ ആർക്കും ഇല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സുഖപ്പെട്ടു. KCBC കരിസ്മാറ്റിക് കമ്മീഷൻ അറിയാലോ, അപ്പോൾ KST അതുപോലെ തന്നെ താഴോട്ടുള്ള സ്ഥലങ്ങളൊക്കെ അറിയാലോ. ആ മേഖലയിലൊക്കെ പലയിടത്തും ഞാൻ ജോർജിനെ കണ്ടിട്ടുണ്ട്. അതുമായിട്ടുള്ള ബന്ധങ്ങളൊന്ന് പറയാമോ? KSTയിലേക്ക് സർവീസ് ടീമിൽ എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാകത്തില്ലെന്ന്. അവർ സെൻട്രൽ മധ്യസ്ഥ പ്രാർത്ഥന ടീമിലേക്ക് എടുത്തിട്ട് ഞങ്ങൾ 3 വർഷക്കാലം ബേബിച്ചാൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അത് 89, 90 കാലഘട്ടങ്ങളിലാണ്. അന്ന് ഞാൻ സെറ്റിലും ഉണ്ട്, സീനിയർ ഇവാഞ്ചലൈസേഷനും ഉണ്ട്. അങ്ങനെ 2 വർഷം അത് പൂർത്തിയാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ഇപ്പോൾ സോണിൻ്റെ സർവീസ് ടീമിലുണ്ട്. അത് 8 ടേം ഞാൻ എഴുതും. കാരണം ആരും എന്നെ തിരഞ്ഞെടുത്തതല്ല, അവരെന്നെ വിളിച്ച് കഴിയുമ്പോൾ ജോർജ് ചേട്ടൻ മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ, ഒന്ന് കൂടി നിൽക്കണം. ആദ്യം വരെ എനിക്ക് കിട്ടിയ അച്ഛാ എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥന, കാരണം തേവന നടന്ന ജീസസ് യൂത്തിൻ്റെ കൺവെൻഷനിൽ എല്ലാവരും ഒരേ മിനിസ്ട്രി തിരക്കി പോയപ്പോഴും ഞാൻ പോയിരുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിലാണ്. എനിക്ക് കിട്ടിയ വിളിയതാണ്. അപ്പോൾ സിസ്റ്റർമാരെല്ലാം ചോദിച്ചത് ഈ ജീസസ് യൂത്തിലെ ജോർജ് ഇവിടെ വന്ന്, അന്നെനിക്ക് 37 വയസ്സുണ്ട്. അപ്പോൾ അവർ ചോദിച്ചത് എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്കിതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു കർത്താവെ ഒരു മെസ്സേജ് വിടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റേതാണെന്ന് കർത്താവ് പറഞ്ഞു, എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യാണെന്ന് പറയാൻ പറഞ്ഞു. കാർമൽ സിസ്റ്റർ പറയട്ടെ എന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ ആലപ്പുഴത്തെ കാർമലായിരുന്നു. പുള്ളിക്കാരത്തി അത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞൊരു സന്ദേശം വന്ന് ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയാം. ഞാൻ കർത്താവേ അത് നമ്മുടെ മുണ്ടഞ്ചേരി അച്ഛൻ പറയട്ടെന്ന്. ഇങ്ങനെ അച്ഛന്മാരെല്ലാം പറഞ്ഞ് അടുത്ത 3ാമത്തെ വന്ന ഇങ്ങനെയാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത് എൻ്റേതാണ്, ഞാൻ അയക്കുന്നിടത്തല്ല. ചേർത്തല സോണിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ട്. ചേർത്തല സോണിൽ സർവീസ് ടീമിൽ കഴിഞ്ഞ 8 ടേം ഉണ്ടായിരുന്നു. ഇപ്പോൾ അർത്തിങ്കൽ സബ് സോണിൻ്റെ സെക്രട്ടറിയാണ്. ഇപ്പോൾ പിന്നെ തീരദേശ മിഷൻ എന്നും പറഞ്ഞ് ഞങ്ങൾ പോർട്ട് കൊച്ചി മുതൽ തോട്ടപ്പള്ളി വരെ 15 സ്ഥലങ്ങളിൽ തെരുവ് നാടകവും കുഞ്ഞുങ്ങളുടെ ഡാൻസും എല്ലാം വചനമാണ്. മദ്യത്തിന് മയക്കുമരുന്നിനെതിരെയുള്ള. അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തൊരു 4 പിള്ളേർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ഞങ്ങൾ 2 വർഷം മുമ്പ് ഈ മധ്യസ്ഥ പ്രാർത്ഥന ആരാധന തുടങ്ങിയത്. തങ്ങച്ചാറില്ല സെൻറ്റ് ജോർജ് പള്ളി എല്ലാ ദിവസവും ആരാധന ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അർത്തിങ്കപ്പള്ളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അർത്തിങ്കപ്പള്ളി ബസിലിക്കായിൽ 6 മണി മുതൽ 8 മണി വരെ ആര് വിളിച്ചു പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യുവജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. ഇന്നും നടക്കാൻ മേലെങ്കിൽ ആരുടെയെങ്കിലും തോളെ പിടിച്ചുകൊണ്ട്, നട്ടലിൻ്റെ പ്രശ്നമുണ്ട്, അതൊരു 2000 വരെ തുടങ്ങിയതാണ്, ആരെങ്കിലും തോളെ പിടിച്ചുകൊണ്ട് മുടങ്ങാതെ ദിവ്യബലി അർപ്പിക്കുന്നുണ്ട്, മുടങ്ങാതെ ആരാധനയുണ്ട്. ബൈബിള് 2 പ്രാവശ്യം വായിച്ച് കംപ്ലീറ്റ് തീർത്ത് 3ാം പ്രാവശ്യം തുടങ്ങി സമ്പൂർണ്ണ ബൈബിൾ. അങ്ങനെ തമ്പുരാൻ എന്നെ കണ്ടു വചനത്തിലൂടെയും ദിവ്യകാരുണ്യത്തിലൂടെയും ദിവ്യബലിയിലൂടെയും കർത്താവ് എന്നെയും കുടുംബത്തെയും പരിപാലിക്കുന്ന. എൻ്റെ അപ്പൻ മരിച്ചുപോയി, അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, സഹോദരങ്ങളും എല്ലാവരും ഉണ്ട്. കർത്താവിൻ്റെ വലിയ കൃപയാൽ എന്നെ ദൈവം നടത്തുന്ന വഴി ഈ മത്തായി 6:33. ഇപ്പോൾ ടീച്ചറിന് നമ്മുടെ ജോർജ് ചേട്ടൻ ഒരു ഫുൾ ടൈമറാണല്ലോ വാസ്തവത്തിൽ. ഇദ്ദേഹത്തെ വിവാഹം കഴിച്ച് നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ശേഷം ഈ കുടുംബത്തിൽ വന്നപ്പോഴുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാമോ? വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഴുവൻ സമയം സുവിശേഷ പ്രഘോഷണത്തിനായിട്ടും ദൈവവേലയ്ക്കായിട്ടുമാണ് വരുന്നത്. അപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ആളെ കിട്ടാതെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ദൈവം എല്ലാം അതിന് ക്രമീകരിച്ച്. കാരണം ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ അതിന് ദൈവം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും ഞാൻ പൊട്ടിത്തെറിക്കേണ്ടി വന്ന അവസരങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു പങ്കാളി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ചില കാര്യങ്ങളിലൊക്കെ അതില്ലാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിൽ. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് കുട്ടികളിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ ജോലിട്ടം തന്നെ നോക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അത്രയൊന്നും കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ രാവിലെ പോയി സന്ധ്യയ്ക്ക് വരുന്ന എനിക്ക് കുട്ടികളുടെ വളർത്തുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ രോഗങ്ങളൊക്കെ വരുമ്പോഴായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ബാക്കി അപ്പോഴും മുഴുവൻ സമയം ദൈവവേലക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. കൺവെൻഷൻ വരുമ്പോഴാണെങ്കിലും മുഴുവൻ രാവിലെ തൊട്ട് രാത്രി വരെയെല്ലാം അതിൻ്റെ കാര്യത്തിൽ അതിലെനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ മാനസികമായ അസ്വസ്ഥതകളും എല്ലാം രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചില അസ്വസ്ഥതകളുണ്ടാകും. അപ്പം ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ട് ഉടക്കൊക്കെ ഉണ്ടാകാറുണ്ട്. വലുതാകാറില്ല, എങ്കിലും ചെറിയ ഉടക്കൊക്കെ
എന്നാലും സന്തോഷപ്രദമായിരുന്നു നിങ്ങളുടെ ജീവിതം മുഴുവൻ. തീർച്ചയായിട്ടും. അല്ലേ? സന്തോഷകരമായ ഒന്ന് രണ്ട് കാര്യം പറയാമോ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പോയത് കൊണ്ടുള്ള? പോയത് കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേറെ അല്ലലൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും വീട്ടിൽ ആവശ്യമുള്ള എല്ലാം നോക്കി ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുമ്പോൾ ഞാനതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലാം മുഴുവൻ കാര്യവും പൂർണ്ണമായിട്ട് ചെയ്തിട്ടല്ല. എങ്കിലും അതറിയാം, രണ്ട് ജോലി ഒരു സമയം ഒരു മനുഷ്യന് പൂർണ്ണമായിട്ട് ചെയ്യാനൊന്നും പറ്റിയല്ല. അതുകൊണ്ടുള്ള ഇതൊക്കെ ഉള്ളു. ബാക്കി പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ കുർബാനയൊന്നും മുടക്കിയില്ല. കറക്റ്റ് സമയത്ത് എന്ത് ഫംഗ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നാൽ പോലും കുട്ടികളുടെ മാമോദീസയ്ക്ക് പോലും പ്രാർത്ഥനാ ഗ്രൂപ്പ് മുടക്കിയിട്ടില്ല. അതിവിടെയുള്ളവരോട് പറയും, നിങ്ങളെല്ലാം കൂടെ ഞാൻ 1 മണിക്ക് പ്രാർത്ഥനയ്ക്ക് പോകും, നിങ്ങൾ ബാക്കി കൈകാര്യം ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അത് ഇട്ടിട്ട് പോകും. അതേക്കുറിച്ച് പിന്നെ ഒന്നും ചിന്തിക്കാറില്ല. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ കുടുംബജീവിതമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിന് മുടക്കമൊന്നും ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് വന്നിട്ടില്ല. കുടുംബ പ്രാർത്ഥന ഇതുവരെ മുടക്കിയിട്ടില്ല. രാത്രിയാണെങ്കിലും പോയി വന്നാൽ ഞങ്ങൾ തനിച്ചിരുന്നാണെങ്കിലും പിള്ളേരുറങ്ങിയാലും ഞങ്ങൾ തനിച്ചിരുന്നാലും കുടുംബ പ്രാർത്ഥനയിലും. ഇപ്പോൾ ജോറിട്ടിൻ്റെ സ്ഥലത്ത് എത്താൻ പറ്റിയില്ല, വിളിച്ചു പറയും. ഇപ്പം ഞാനും ഇവിടെയുള്ള മോനും ഒക്കെ കൂടെ കുടുംബ പ്രാർത്ഥന ചെയ്യും. കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല, കുർബാന മുടക്കാറില്ല. മക്കളാണെങ്കിലും കുർബാന മുടക്കാറില്ല, കറക്റ്റ് സമയത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ ജോറിട്ടിൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പോൾ നമുക്ക് ആ കുട്ടികളും നശിച്ചു പോകുമെന്നല്ല, ആ പ്രാർത്ഥനയിലൂടെ തന്നെ അവരും കടന്നു പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. ടീച്ചർ റിട്ടയറായി, ഇതുമായി പിള്ളേരൊക്കെ പിള്ളേരുടെ വഴിക്കുമായി. തീർച്ചയായിട്ടും ഒരു കുടുംബസമേതമുള്ള ഒരു ഫാമിലി അല്ലേ, ഒരു ദമ്പതികളുടെ ഇവാഞ്ചലൈസേഷൻ കേരള സഭയ്ക്ക് ഒരു അനുഗ്രഹമായി നിങ്ങൾ മാറട്ടെ. നിങ്ങളൊന്ന് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഈ കുടുംബത്തെ പരിചയപ്പെടാൻ സാധിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്ന കർത്താവേ. കർത്താവ്, ഇവരിലൂടെ അങ്ങ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ജോർജ് ചേട്ടനെ ഇതുവരെ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും, ഭർത്താവിൻ്റെ ഈ ജോലിക്കിടയിൽ, ഈ സുവിശേഷ വേലയ്ക്കിടയിൽ തൻ്റെ ഹൈസ്കൂൾ ടീച്ചർ എന്ന നിലയിലുള്ള ജോലിയും വീട്ടിൽ നിന്ന് വളരെ അകലെയായിരിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്തപ്പോഴേ വീട്ടിലുണ്ടായിരുന്ന കുടുംബത്തിൽ അത് ബാധിക്കാത്ത വണ്ണം അങ്ങ് പരിപാലിച്ചത് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. രണ്ടുപേരും അത് ഒന്നിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ കുടുംബത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഇവരെല്ലാവരും, ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും, കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞങ്ങളുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മളോടൊത്ത് ചെലവഴിച്ചത് KD ജോർജ് എന്ന് പറയുന്ന അർത്തുങ്കൽക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എപ്രകാരമാണ് കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിച്ചതെന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളാണ്. അക്കാലത്ത് ജെറുസലേമിലെ സഭയ്ക്കെതിരെ അതികഠിനമായ പീഡനമുണ്ടായി. അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും ചിതറിക്കപ്പെട്ടു. 4-ാം വാക്യത്തിൽ പറയുകയാണ്, ചിതറിക്കപ്പെട്ടവർ വചനം പ്രഘോഷിച്ചുകൊണ്ട് കടന്നുപോയി. ഒരുപക്ഷെ വേണ്ടത്ര പരിഗണനയോ വേണ്ടത്ര സപ്പോർട്ടോ കിട്ടാതെ തന്നെ സ്വന്തം ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പങ്കുവെക്കാമെന്ന് ജോർജ് പങ്കുവെച്ചപ്പോൾ ഇക്കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്നത്. യാതൊരു വിധത്തിലും മറ്റുള്ളവരുടെ വലിയ പ്രോത്സാഹനങ്ങളോ ഇതൊന്നും കിട്ടാത്തപ്പോഴും ഓടി നടന്ന് കൺവെൻഷനുകൾ സംഘടിപ്പിക്കുവാനും ധ്യാനം നടത്തുവാനും ധ്യാനത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ ജോർജ് കാണിച്ച തീക്ഷ്ണത നമുക്ക് പ്രചോദനമാകട്ടെ. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയുമായി മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.